ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ ഏറ്റുപറയുവാൻ സാധിക്കുന്നത് പോലെ ആ വ്യക്തിയെക്കുറിച്ച് സ്വന്തമായ അഭിപ്രായങ്ങൾ പറയുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി ആരെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് എല്ലാ ശിഷ്യന്മാരും ഉത്തരം പറയുമ്പോൾ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് പത്രോസ്ലീഹ മാത്രമാണ് ഉത്തരം നൽകുന്നത്. ഒരു വ്യക്തിപരമായ അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ആര് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകം 33 അധ്യായം 11 വാക്യത്തിൽ നാം വായിക്കുന്നു, ഒരു സ്നേഹിതനോടെന്ന പോലെ ദൈവം മോശയോട് സംസാരിച്ചു. ഈ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 33:26 മോശ പറയുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തെ പോലെ ആരുമില്ല. ദൈവം സംസാരിച്ച മൃദുവായ സംസാരത്തിന്റെ അനുഭവം ഉള്ളതുകൊണ്ടാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 18:26 ഏലിയ പറയുന്നത്, കർത്താവേ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണ്. ചുഴലിക്കാറ്റിൽ നിന്നും ദൈവം ജോബിനോട് സംസാരിച്ച അനുഭവം ഉള്ളതുകൊണ്ടാണ് ജോബിന്റെ പുസ്തകം 42:2 ജോബ് പറയുന്നത്, കർത്താവേ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. ഉദ്ധിതനായ യേശുവിന്റെ അനുഭവം ലഭിച്ചത് കൊണ്ടാണ് ഫിലിപ്പിയർക്ക് ലേഖനം 3:8 പൗലോസ്ലീഹ പറയുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും ഞാൻ നഷ്ടമായി പരിഗണിക്കുന്നു. ആയതിനാൽ പ്രിയ സഹോദരരെ, ഒരു ദൈവാനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ദൈവം ആരെന്ന് മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുകയുള്ളൂ എന്ന് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ഒരു ദൈവാനുഭവം നമുക്കുണ്ടാകുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, നമുക്ക് പറയുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഒരു ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. അതിനാൽ നാം ദൈവം ആര് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് വേണ്ടത് ഒരു ദൈവാനുഭവമാണ് എന്ന ബോധ്യത്തോടുകൂടെ ഒരു ദൈവാനുഭവത്തിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 അധ്യായം 8 വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവൻ. വീണ്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 46:10 ദൈവം നമ്മോട് പറയുന്നു, ശാന്തമായിരിക്കുക, ദൈവമാരെന്നറിയുക. ഈ ഒരു ബോധ്യത്തോടുകൂടെ ദൈവത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ, പത്രോസ്ലീഹ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുവാൻ, ദൈവം നാഥനാണ്, രക്ഷകനാണെന്ന് മനസ്സിലാക്കുവാൻ ഒരു ദൈവാനുഭവത്തിനായി യാചിച്ചുകൊണ്ട് ദൈവത്തെ, യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ നാഥൻ രക്ഷകനുമായി ഏറ്റുപറയാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.